ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് എത്ര പേര് ചെയ്തു എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? നമ്മളിവിടെ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സീക്ക് ബാർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും സീക്ക് ബാർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ആ ക്ലിക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മുടെ സീക്ക് ബാർ അപ്ഡേറ്റ് ആവുന്നില്ല. ഇതായിരുന്നു പ്രശ്നം അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് നമ്മുടെ കോഡിൽ പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഓക്കെ, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ, നമുക്ക് പ്രോഗ്രസ് റേഞ്ചും ഉണ്ട്, നമുക്ക് പ്രോഗ്രസ് ബാറും ഉണ്ട്. അപ്പോൾ പ്രോഗ്രസ് റേഞ്ചിൻ്റെ വിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് പ്രോഗ്രസ് റേഞ്ചിലാണോ അല്ലയോ എന്നാണ് ഈ ജാവാസ്ക്രിപ്റ്റിന് ഇവിടെ ഒരു സംശയം. കാരണം നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത് പ്രോഗ്രസ് ബാറിലാണെങ്കിലോ, കാരണം ഇത് പ്രോഗ്രസ് റേഞ്ചിനകത്താണ് പ്രോഗ്രസ് ബാറുള്ളത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഓൾവേസ് കൺസോൾ ഡോട്ട് ലോഗ് ആണ് നമ്മുടെ ഹെൽപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് എന്ന് കൊടുത്ത് നോക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. ഓക്കെ, ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങി, ഞാൻ കൺസോളിൽ വന്നു. ഞാനിവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രസ് റേഞ്ച് ആണുള്ളത്. അതെ, പ്രോഗ്രസ് റേഞ്ച് ആണ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം പ്രോഗ്രസ് റേഞ്ച് ആണ്. പക്ഷേ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം കണ്ടില്ലേ, പ്രോഗ്രസ് ബാറാണ് നമുക്ക് വന്നിട്ടുള്ളത്. പ്രോഗ്രസ് ബാറിൻ്റെ വിട്ട് അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന് കിട്ടിയ എന്താണ് 51% ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രസ് റേഞ്ച് കിട്ടുന്നു. നമ്മൾ ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രസ് ബാറാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന കാൽക്കുലേഷൻ എന്താണ്? പ്രോഗ്രസ് ബാറിൻ്റെ വിട്ട് നമ്മൾ എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് റേഞ്ചിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? പ്രോഗ്രസ് ബാറിൻ്റെ വിട്ട് എടുക്കാനല്ലേ പറയുന്നത്. അപ്പോൾ പ്രോഗ്രസ് ബാറിൻ്റെ വിട്ട് അവിടെ കിട്ടുന്നത് എത്രയായിട്ടാണ്? 77.86, 51.46 അങ്ങനെയാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് 2-3 രീതിയിൽ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ ഒരു ഏറ്റവും പക്കയായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. മറ്റേതും കറക്റ്റ് ഒരു സൊല്യൂഷൻ തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം പറഞ്ഞു വരുന്നത്, ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ, ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ടെസ്റ്റിനകത്ത് ഞാൻ പോയിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഞാൻ ദിസ് കൊടുത്തു. ദിസ് എന്ന് പറയുന്ന കീവേഡ് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ ഡിഫറൻസ് കൂടെ കാണിച്ചു തരാം. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ടെസ്റ്റ് വിളിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, ആ ദിസ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യുകയാണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ വിൻഡോയെയാണ്. ഓക്കെ, കണ്ടില്ലേ, വിൻഡോയുടെ പ്രോപ്പർട്ടീസാണ് അത് തന്നിട്ടുള്ളത്. ഇതിനകത്ത് കുറേ അധികം പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരിക്കും. വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫുള്ള് വിൻഡോ. ഓക്കെ, പക്ഷേ ഈ കേസിൽ വിൻഡോയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ഈവൻ ലിസണേഴ്സ് വിളിക്കുന്ന സമയത്ത് എന്താണ് ദിസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ദിസ് കൊടുക്കാം. ഞാനിവിടെ വന്നു. ഇനി ഇത് പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്കൊന്നും കാണിക്കില്ല, നമ്മൾ ക്ലിക്ക് ചെയ്താലേ കാണിക്കുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, പ്രോഗ്രസ് റേഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും പ്രോഗ്രസ് റേഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പേ സംഭവിച്ചതുപോലെ പ്രോഗ്രസ് ബാർ കിട്ടാൻ പാടില്ല. കണ്ടോ, പ്രോഗ്രസ് റേഞ്ചാണ് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രോഗ്രസ് റേഞ്ചാണ് കിട്ടുന്നത്. അപ്പം പ്രോഗ്രസ് റേഞ്ചിൻ്റെ വിഡ്ത്തിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കറണ്ട് ടൈം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനിതെടുത്ത് കളഞ്ഞു. അതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് എന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ദിസ് ഡോട്ട് ക്ലൈൻറ്റ് വിഡ്ത്ത് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ പ്രോഗ്രസ് റേഞ്ച് ഇപ്പോൾ ആരാണ്? ദിസ് ആണ്. അതിൻ്റെ ക്ലൈൻറ്റ് വിഡ്ത്താണ് നമ്മളിപ്പം എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ വന്നു, പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടില്ല, കറക്റ്റ് ആ ഒരു പോയിന്റിൽ വരുന്നുണ്ട്. ഇവിടെ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോയിന്റിൽ വരുന്നുണ്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റാണ്. കണ്ടില്ലേ. അപ്പോൾ ഈ ദിസ് എന്ന് പറയുന്ന കീവേഡ് കൂടി നമുക്കിതിലൂടെ പഠിക്കാനായിട്ട് പറ്റി അല്ലേ? ഈ ദിസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു രീതിയിൽ കൂടി ഞാനിതിനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഞാനത് കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ ഞാനൊരു ഹിൻറ്റ് തരാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് കാൽക്കുലേറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഓൾറെഡി പ്രോഗ്രസ് റേഞ്ച് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ സെലക്ടർ
ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പ്രോഗ്രസ് റേഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ വന്നിട്ട് പ്രോഗ്രസ് റേഞ്ച് ഡോട്ട് ഇതിനൊരു നല്ലൊരു കിടിലം പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് ബൗണ്ടിങ് ക്ലൈൻറ്റ് റെക്റ്റ് എന്നാണ് ആ ഒരു ഫംഗ്ഷൻ്റെ പേര്, ആ ഒരു മെത്തേഡിൻ്റെ പേര്. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് കാൽക്കുലേറ്റ് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഞാൻ ആ ഒരു കാൽക്കുലേറ്റ് വിഡ്ത്ത് എടുക്കുകയാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ വീണ്ടും ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തു. അതിനുശേഷം കൺസോളിൽ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ ആ ഒരു നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു വിഡ്ത്ത് നമുക്കിവിടെ 770 എന്ന് പറഞ്ഞ് കിട്ടും. കണ്ടില്ലേ, അതായത് പ്രോഗ്രസ് റേഞ്ചിൻ്റെ വിഡ്ത്ത് നമുക്ക് എവിടെ ക്ലിക്ക് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിഡ്ത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള വിഡ്ത്ത് കിട്ടണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷന് പകരം എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ ഇതിന് പകരം നമുക്ക് കാൽക്കുലേറ്റഡ് വിഡ്ത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഗെറ്റ് ബൗണ്ടിങ് ക്ലൈൻറ്റ് റെക്റ്റ് എന്ന് പറയുന്നത് ഏതൊരു HTML എലമെൻറ്റും എവിടെയാണ്, ഇതിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അതായത് ബോട്ടമിൽ നിന്ന് ഏത് പൊസിഷനിലാണ്, ഹൈറ്റ് എത്രയാണ്, ലെഫ്റ്റിൽ നിന്ന് എത്ര പൊസിഷനാണ്, കണ്ടില്ലേ വിഡ്ത്ത് എത്രയാണ്, എക്സ് പോയിൻറ്റ് വൈ പോയിൻറ്റ്, അങ്ങനെ ആ ഒരു എലമെൻറ്റ് നമ്മുടെ ഡോമിൽ എവിടെയാണെന്നുള്ളത് പക്കയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കിത് കുറേയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഇത് ഏതാണ് ചെയ്തതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ ടാസ്കിൻ്റെ സമയമാണ്. ടാസ്ക് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യത്തില്ല, നമുക്ക് കുറച്ച് സ്പീഡായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യും പ്രീവിയസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടാസ്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ ഇതൊരു 10 സെക്കൻഡ് മുമ്പോട്ട് പോവുക, ഇതൊരു 10 സെക്കൻഡ് മുമ്പോട്ട് പോവുക. ഇനി ലെഫ്റ്റ് ആരോ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 10 സെക്കൻഡ് പുറമോട്ട് പോവുക, 10 സെക്കൻഡ് പുറമോട്ട് പോവുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.